नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 85. സുഭദ്രാഹരണവും ഭഗവാന്റെ ശ്രുതദേവ സന്ദർശനവും. പേജ് നമ്പർ 842. ഒരു ദിവസം ഭഗവാൻ ബലരാമൻ സന്യാസിയെ ഊണു കഴിക്കാൻ ക്ഷണിച്ചു. ബലരാമൻ അദ്ദേഹത്തിനു എല്ലാത്തരം സ്വാദിഷ്ടങ്ങളായ ഭോജ്യങ്ങളും നൽകി. സന്യാസി എന്നറിയപ്പെടുന്നയാൾ ധാരാളമായി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ബലരാമന്റെ ഗൃഹത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാവീരന്മാരെയും രാജാക്കന്മാരെയും പോലും മോഹിപ്പിക്കുന്ന സുന്ദരിയായ സുഭദ്രയുടെ മേലായിരുന്നു അർജുനന്റെ കണ്ണ്. അവളോട് പ്രേമാധിക്യത്താൽ അർജുനന്റെ കണ്ണുകൾ പ്രകാശിച്ചു. തിളങ്ങുന്ന കണ്ണുകളോടെ അവളെ നോക്കിത്തുടങ്ങി. ഏതു വിധേനയും സുഭദ്രയെ ഭാര്യയാക്കണമെന്ന് അർജുനൻ തീരുമാനിച്ചു. ഈ അഭിലാഷം മൂലം അദ്ദേഹത്തിൻ്റെ മനസ്സു പ്രക്ഷുബ്ധമായി. പരീക്ഷിത്ത് രാജാവിൻ്റെ പിതാമഹനായ അർജുനൻ അതീവ സുന്ദരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഘടന സുഭദ്രയ്ക്ക് അത്യധികം ആകർഷകമായി തോന്നി. അർജുനനെ മാത്രമേ ഭർത്താവായി സ്വീകരിക്കുകയുള്ളൂ എന്നു സുഭദ്രയും അകമേ തീരുമാനിച്ചു. ഒരു ശുദ്ധഗതിയായ പെൺകുട്ടിയെപ്പോലെ അർജുനനെ നോക്കി അവൾ സന്തോഷത്തോടെ ചിരിച്ചിരുന്നു. ഇപ്രകാരം അർജുനനും അവളിലേക്ക് അധികമധികം ആകർഷിക്കപ്പെട്ടു. സുഭദ്രയാകട്ടെ സ്വയം അർജുനനു സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഏതു വിധത്തിലെങ്കിലും അവളെ വിവാഹം കഴിക്കണമെന്ന് അർജുനനും തീരുമാനിച്ചു. സുഭദ്രയെ എങ്ങനെ ഭാര്യയായി കിട്ടും എന്നു മാത്രമായി എപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്ത. ദിവസം മുഴുവനും അദ്ദേഹം ചിന്തയിൽ മുഴുകിയിരുന്നു. സുഭദ്രയെ നേടുന്നതിനുള്ള ചിന്ത മൂലം ധൂനനായി തീർന്നതിനാൽ ഒരു നിമിഷം പോലും അദ്ദേഹത്തിനു മനഃശാന്തി ലഭിച്ചിരുന്നില്ല. ഒരു ദിവസം സുഭദ്ര ക്ഷേത്ര ദർശനത്തിനായി തേരിലേറി കോട്ടയ്ക്കു വെളിയിൽ വന്നു. അർജുനൻ ഈ അവസരം പ്രയോജനപ്പെടുത്തി വസുദേവരുടെയും ദേവകിയുടെയും അനുവാദത്തോടെ അവളെ തട്ടിക്കൊണ്ടുപോയി. സുഭദ്രയുടെ തേരിൽ കടന്ന ശേഷം അദ്ദേഹം ഒരു വില്ലുമമ്പുമെടുത്ത് യുദ്ധത്തിനു തന്നെ തയ്യാറായി. അദ്ദേഹത്തെ തടയാൻ ഭടന്മാർ ആജ്ഞ നൽകി. പക്ഷേ അർജുനൻ സുഭദ്രയെയും കൊണ്ടു സ്ഥലം വിട്ടു. ഇപ്രകാരം അർജുനൻ സുഭദ്രയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവളുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും മുറവിളി കൂട്ടിത്തുടങ്ങി. എന്നിട്ടും സിംഹം തൻ്റെ പങ്കുമായി കടന്നു കളയുന്നത് പോലെ അദ്ദേഹം അവളെ കൊണ്ടുപോയി.
സന്യാസിയായി വന്നത് അർജുനനായിരുന്നു എന്നും സുഭദ്രയെ തട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം ആസൂത്രണം ചെയ്തിരുന്ന പദ്ധതിയാണതെന്നും അദ്ദേഹം അവളെ തട്ടിക്കൊണ്ടു പോയിക്കഴിഞ്ഞു എന്നും ഭഗവാൻ ബലരാമനെ അറിയിച്ചപ്പോൾ അദ്ദേഹം അത്യന്തം രോഷാകുലനായി. പൗർണമി നാളിൽ സമുദ്രം പ്രക്ഷുബ്ധമാകുന്നതുപോലെ ഭഗവാൻ ബലരാമൻ ഇളകിമറിഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ അർജുനന് അനുകൂലമായിരുന്നു. അതിനാൽ മറ്റു കുടുംബാംഗങ്ങളോടൊപ്പം അർജുനനോടു ക്ഷമിക്കണമെന്നു യാചിച്ചുകൊണ്ട് ബലരാമന്റെ കാൽക്കൽ വീണു ഭഗവാൻ അദ്ദേഹത്തെ ശാന്തനാക്കാൻ ശ്രമിച്ചു. തുടർന്ന് സുഭദ്രയ്ക്ക് അർജുനനോട് പ്രേമമായിരുന്നു എന്ന് ബലരാമനെ ബോധ്യപ്പെടുത്തി. അർജുനനെ ഭർത്താവായി കിട്ടാൻ അവൾ ആഗ്രഹിച്ചിരുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തുഷ്ടനായി. അങ്ങനെ കാര്യം അവസാനിപ്പിച്ചു. നവവധൂവരന്മാരെ സന്തോഷിപ്പിക്കാനായി അളവറ്റ ധനവും ആന, കുതിര, തേര്, കാലാൾ ഉൾപ്പെടെയുള്ള സൈന്യത്തെയും ധാരാളം സേവകന്മാരെയും ദാസികളെയും സ്ത്രീധനമായി കൊടുത്തയക്കാൻ ഭഗവാൻ ബലരാമൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ഹരേ കൃഷ്ണ.